പ്രശ്നങ്ങൾ പറഞ്ഞാൽ യൂട്യൂബ് ചാനലിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. മഹത്തായ പരമാവധി കൂട്ടായ്മയുടെ പരിപാടിയുടെ ഐക്യദാർഢ്യവും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഇവിടെ ഒന്നിച്ചു ചേർന്നിട്ടുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഗുണകാംക്ഷികളെ, വിദ്യാർത്ഥികളെ, ആദ്യമായി എന്നിവിടെ അനുമോദനവും ആദരവും ഏറ്റുവാങ്ങുന്ന പ്രതിഭകൾക്ക് ഹൃദയത്തിൽ നിന്നുള്ള എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും നേരുകയും തീർച്ചയായും അവരുടെ കഠിനമായ പ്രയത്നങ്ങളിലൂടെയാണ് വ്യത്യസ്തങ്ങളായിട്ടുള്ള പരീക്ഷകളിലും മത്സര പരീക്ഷകളിലും അവർ ഉന്നത വിജയവും ഉയർന്ന റാങ്കും കൈവരിച്ചത്. ഇനിയും ഉന്നതങ്ങളിലേക്ക് വിദ്യാഭ്യാസ മേഖലയിലൊക്കെ, അതുപോലെ തന്നെ തൊഴിൽ മേഖലയിലും ബിസിനസ് മേഖലയിലും പ്രയാണം നടത്താൻ ജഗദീശ്വരൻ അവർക്ക് അവസരം നൽകട്ടെ എന്ന് ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം പെരുമാതുറ കൂട്ടായ്മ എന്ന് പറയുന്നത് ഈ പ്രദേശത്തിന്റെ തന്നെ ഒരു മുതൽക്കൂട്ടാണ്. തീർച്ചയായിട്ടും ജാതിമത വ്യത്യാസങ്ങൾക്ക് അതീതമായി ഇത്തരം സംവിധാനങ്ങൾ, ഇത്തരം സംഘടനകൾ നമുക്കിടയിൽ നിലനിൽക്കേണ്ടതുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നു, ആത്യന്തികമായി ഇത്തരം സംഘടനകളുടെ ഒന്നാമത്തെ ലക്ഷ്യം ജനങ്ങളെ സേവിക്കുക എന്നുള്ളതാണ്. അതിൽ കക്ഷി രാഷ്ട്രീയമില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജാതിമത ചിന്തകൾക്കും അതീതമായ രീതിയിലുള്ള ജനസേവന പ്രവർത്തനങ്ങൾ, അത്തരം ജനസേവന പ്രവർത്തനങ്ങൾ യഥാർത്ഥത്തിൽ അതൊരു ആത്മീയ പ്രചോദിതമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതിനെ നമ്മൾ ആത്മീയതയിൽ നിന്ന് വേറിട്ട് കാണേണ്ടതില്ല. ഇവിടെ പ്രതിഭകൾക്ക് അനുമോദനം നൽകുന്നു, അതുപോലെ തന്നെ രോഗികളായിട്ടുള്ള ആളുകൾക്ക് പെൻഷൻ നൽകുന്നു, അതുപോലെയുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ആനുകൂല്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു അതിന്റെ പൂർണ്ണമായ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കുവാനുള്ള അറിവ് എനിക്കില്ല. പക്ഷേ ജീവകാരുടെ പ്രവർത്തനങ്ങൾ, ജനസേവന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്ന ആത്മീയ പ്രചോദിതമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ജഗദീശ്വരന്റെ രണ്ട് നാമങ്ങൾ, അള്ളാഹുവിന്റെ രണ്ട് നാമങ്ങൾ വിശുദ്ധ ഖുർആനിൽ ഒരധ്യായം ഒഴികെ എല്ലാ അധ്യായങ്ങളുടെയും ആരംഭത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഒന്ന് പരമകാരുണ്യകൻ, കരുണാനിധി. കരുണയാണ് ദൈവം തമ്പുരാന്റെ ഏറ്റവും വലിയ വിശേഷണം. നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുമെങ്കിൽ ആകാശത്തുള്ളവർ നിങ്ങളോട് കരുണ കാണിക്കുമെന്നോ പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. സൃഷ്ടികളെല്ലാവരും അള്ളാഹുവിന്റെ നാഥന്റെ കുടുംബാംഗങ്ങളാണ്. നാഥന്റെ കുടുംബാംഗങ്ങളിൽ നാഥന് ഏറ്റവും പ്രിയമുള്ളത്, ഇഷ്ടമുള്ളത് സമസൃഷ്ടികൾക്ക് കൂടുതൽ പ്രയോജനം ചെയ്യുന്ന ആളുകളെയാണ്, മനുഷ്യർക്ക് കൂടുതൽ പ്രയോജനം ചെയ്യുന്നവർ. നാളെ ജഗദീശ്വരൻ മനുഷ്യനെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് മനുഷ്യനോട് ചോദിക്കുന്ന ഒരു ചോദ്യം അത് ഇപ്രകാരമാണ്: അല്ല മനുഷ്യ, ഞാൻ വിശന്നപ്പോൾ എന്തേ നീ എനിക്ക് ഭക്ഷണം നൽകാതെ? പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വചനം കൂടിയാണ്. സമാനമായിട്ടുള്ള വചനങ്ങൾ ബൈബിളിൽ അടക്കം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ജഗദീശ്വരൻ നാളെ മനുഷ്യനോട് ചോദിക്കുന്ന ഒരു ചോദ്യം: അല്ല മനുഷ്യ, ഞാൻ വിശന്നപ്പോൾ എന്തേ നീ എനിക്ക് ഭക്ഷണം നൽകാതെ? മനുഷ്യൻ ചോദിക്കുകയാണ്, ദൈവമേ, നീ എങ്ങനെ വിശക്കാനാണ്? നീയല്ലേ മാലോകർക്ക് മുഴുവനും അന്നം നൽകുന്നത്? അന്നദാതാവായ നിനക്കെങ്ങനെ വിശപ്പ് വരാനാണ്? ദൈവത്തിന്റെ മറുപടി: എനിക്ക് വിശക്കുക എന്ന് പറഞ്ഞാൽ എന്റെ ദാസന്, മനുഷ്യന് വിശക്കലാണ്. ദൈവത്തിന്റെ അടുത്ത ചോദ്യം: അല്ല മനുഷ്യ, എനിക്ക് ദാഹിച്ചപ്പോൾ
എന്തേ നീ എനിക്ക് വെള്ളം നൽകാതിരുന്നത്? ദൈവമേ, നിനക്കെങ്ങനെ ദാഹിക്കാനാണ്? മനുഷ്യന്റെ ചോദ്യം. നീ എന്റെ മാനത്തിൽ നിന്ന് മഴ വർഷിപ്പിക്കുന്നു, മാനത്തിൽ നിന്ന് മഴ വർഷിപ്പിക്കുന്ന നിനക്കെങ്ങനെ ദാഹിക്കോ? ദൈവത്തിന്റെ മറുപടി, എനിക്ക് ദാഹിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യന് ദാഹിക്കലാണ്, എന്റെ ദാസനെ, എന്റെ അടിമയ്ക്ക് ദാഹിക്കലാണ്. ദൈവത്തിന്റെ മൂന്നാമത്തെ ചോദ്യം, അല്ല മനുഷ്യ, ഞാൻ രോഗിയായപ്പോൾ എന്തേ നീ എന്നെ ശുശ്രൂഷിക്കാതിരുന്നത്? ദൈവമേ, നീ എങ്ങനെ രോഗിയാവാനാണ്? ഞാൻ രോഗിയാവുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ പുരാൻ വിശദീകരിക്കുകയാണ്. ഞാൻ രോഗിയാവുക എന്ന് പറഞ്ഞാൽ എന്റെ ദാസൻ രോഗിയാവലാണ്. എന്റെ ദാസൻ രോഗിയായപ്പോ എന്തേ നീ അവനെ സന്ദർശിച്ചില്ല? നിനക്ക് കഴിയുന്ന രീതിയിലുള്ള ശുശ്രൂഷകളൊന്നും സേവനങ്ങളൊന്നും നീ ചെയ്തില്ല എന്ന് ദൈവം തമ്പുരാൻ ചോദിക്കുമെന്നാണ് പ്രവാചക വചനം. സഹോദരങ്ങളെ, ഈ ഒരു ആത്മീയതയിൽ നിന്ന് ഉടലെടുത്തതാണ് ഇതുപോലെ ജീവകാരുണ്യ കൂട്ടായ്മകൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് ഏതെങ്കിലും ഒരു മതം മാത്രം പ്രതിനിധീകരിക്കുന്ന ആത്മീയതയല്ല, അതല്ലെങ്കിൽ മതങ്ങൾ മാത്രം പ്രതിനിധീകരിക്കുന്ന ആത്മീയതയല്ല. മതങ്ങൾ ഈ ആത്മീയതയെ സംബന്ധിച്ച് സംസാരിക്കുന്നു എന്നതോടൊപ്പം തന്നെ ഇത് മതാതീതമായ ആത്മീയത. ശ്രീനാരായണ ഗുരു പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന സുഖത്തിനായി തീർന്നില്ലാണ്. എന്റെ സഹോദരന്റെ ദുഃഖം എന്റെ ദുഃഖമായി, അവന്റെ സുഖം എന്റെ സുഖമായി മാറുമ്പോഴാണ് എന്നിൽ ആത്മീയതയുണ്ട് എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. മനുഷ്യരിലേക്ക് ചേർന്ന് നിൽക്കുക, കഴിവിന്റെ പരമാവധി ഉപകാരങ്ങൾ അവന് ചെയ്തു കൊടുക്കുക, അവന്റെ പ്രയാസങ്ങൾ എല്ലാം പരിഹരിക്കാൻ എനിക്ക് സാധിച്ചു കൊള്ളണമെന്നില്ല, പക്ഷെ അവന്റെ ദുഃഖത്തിൽ പങ്കുചേരുക. നിങ്ങൾ ദാനം ചെയ്യുക എന്ന് എലിസബത്ത് രാജ്ഞി ഒരിക്കൽ പറഞ്ഞു ആളുകളോട്. ആളുകൾ പറഞ്ഞു, ഞങ്ങൾ ദരിദ്രരായ ആളുകളാണ് പറഞ്ഞത്, ഞങ്ങൾ ദരിദ്രരാണ്, ദാനം ചെയ്യാൻ ഞങ്ങളുടെ അടുക്കൽ ഒന്നുമില്ല, എങ്കിൽ നിങ്ങൾ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ടെങ്കിലും ദാനം ചെയ്യുക. നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി പ്രസന്നമായ മുഖത്തോടു കൂടി ഒന്ന് പുഞ്ചിരിക്കൽ പോലും ദാനമാണ്. അവന്റെ വിഷമത്തിൽ പങ്കുചേരുക എന്നുള്ളതാണ്. അത് മനുഷ്യന്റെ വിഷമത്തിൽ മാത്രമല്ല, പ്രപഞ്ചത്തിൽ മനുഷ്യരെ കാണുന്ന താരതമ്യേന ചെറിയൊരു ജീവിയാണ് ഉറുമ്പ് എന്ന് പറയുന്നത്. ഈ ഉറുമ്പുമായി ബന്ധപ്പെട്ട ഒരു സൂഫി പണ്ഡിതന്റെ ഒരു ചെറിയ കഥയുണ്ട്. കഥയല്ല, അത് സംഭവിച്ചതാണ്. ആ പണ്ഡിതന്റെ പേര് ബായസീദ് ബിസ്താമി എന്നാണ്. ബായസീദ് ബിസ്താമി അദ്ദേഹത്തിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അദ്ദേഹത്തിന്റെ നാട് ബിസ്താമിലാണ്. ബിസ്താമിൽ നിന്ന് കുറച്ചകലെ അദ്ദേഹം യാത്ര ചെയ്തപ്പോ യാത്രക്കിടയിൽ നിന്ന് വഴിയിൽ നിന്ന് കുറച്ച് നെക്സ് വാങ്ങി, കുറച്ച് അണ്ടിപ്പരിപ്പ് വാങ്ങി. അണ്ടിപ്പരിപ്പ് വാങ്ങി തന്റെ ബേഗിലാക്കി, തന്റെ കവറിലാക്കി വീട്ടിലേക്ക് തിരിച്ചു, ബിസ്താമിലേക്ക് തിരിച്ചു. കവർ തുറന്നു നോക്കിയപ്പോൾ അണ്ടിപ്പരിപ്പിൽ നിറയെ ഉറുമ്പുകളാണ്. അദ്ദേഹത്തിന് വലിയ വിഷമമാണ്. സ്വാഭാവികമായിട്ടും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക, അദ്ദേഹത്തിന്റെ പണം നഷ്ടപ്പെട്ടല്ലോ, അദ്ദേഹത്തിന് ഇതിനെ ആ പൂർണ്ണ തൃപ്തിയോടുകൂടി ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായല്ലോ. ഉറുമ്പ് സ്പർശിച്ചു എന്നതുകൊണ്ട് നമ്മൾ പൂർണ്ണമായിട്ടും സാധനങ്ങൾ ഒഴിവാക്കാറൊന്നുമില്ല. എന്നാൽ പോലും ഒരു അതിർത്തി അതിലുണ്ടാകുന്ന രീതിയിൽ അത് ഉപയോഗിക്കേണ്ട ഒരവസ്ഥ ഉണ്ടായല്ലോ എന്നതൊന്നും ആയിരുന്നില്ല അദ്ദേഹത്തിന്റെ ചിന്ത എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ചിന്ത, ഈ ഉറുമ്പുകളെ അവരുടെ നാട്ടിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നല്ലോ, അവരുടെ സ്വന്തക്കാരായിട്ട് ഒരുപാട് ആളുകൾ അവിടെ ഉണ്ടാവുമല്ലോ. അത് വല്ലാത്തൊരു ചിന്തയാണ്. അങ്ങനെ ഈ പണ്ഡിതൻ, ഈ ബായസീദ് ബിസ്താമി എന്ന് പറയുന്ന ഈ പണ്ഡിതൻ, അദ്ദേഹം ഈ ഉറുമ്പുകൾ സഹിതം ആ നട്സും ആ കവറുമെല്ലാം എവിടെ നിന്നാണോ അദ്ദേഹം സ്വീകരിച്ചത് അവിടെ തന്നെ കൊണ്ടുപോയി കൊടുത്തു എന്നാണ് ആ സംഭവം. അപ്പൊ പ്രപഞ്ചത്തിൽ മനുഷ്യരെ കാണുന്ന താരതമ്യേന ചെറിയ ജീവിയാണ് ഉറുമ്പ്. അതിനേക്കാൾ സൂക്ഷ്മമായ ഒട്ടേറെ ജീവികളുണ്ട്. പക്ഷെ അത് യന്ത്രങ്ങളിലൂടെ, ഉപകരണങ്ങളിലൂടെയാണ് മനുഷ്യരെ കാണാൻ സാധിക്കുമല്ലോ. മൈക്രോസ്കോപ്പിലൂടെയും മറ്റും മനുഷ്യനെ കാണാൻ സാധിക്കുന്ന അതിസൂക്ഷ്മമായ വേറെ കുറെ ജീവികളുണ്ട്. പക്ഷേ
മനുഷ്യർ കാണുന്ന ഈ താരതമ്യേന ചെറിയ ജീവിയോട് പോലും മനുഷ്യർക്ക് കടപ്പാടുണ്ട് എന്നുള്ളതാണ്. പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളും വിശുദ്ധ ഖുർആൻ പറയാണ് എല്ലാ ഉമമുൻ അംസാലക്കും, എല്ലാം നിങ്ങളെപ്പോലുള്ള സമൂഹങ്ങളാണ്. ഈ ജീവജാലങ്ങളോട് മുഴുവൻ കടപ്പാട് നിറവേറ്റുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ആ തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇത്തരം കൂട്ടായ്മകൾ വരുന്നത്. അതുകൊണ്ട് ആദ്യത്തെ കടപ്പാട് മനുഷ്യരോട് തന്നെയാണ്. സമസൃഷ്ടികളിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് നമ്മുടെ സഹോദരങ്ങളാണ്. ആ സഹോദരങ്ങളോടുള്ള കടപ്പാട് എപ്രകാരമാവണോ? പെരുമാതുറയിലുള്ള ഈ കൂട്ടായ്മ യഥാർത്ഥത്തിൽ ഇവിടെ എന്തെങ്കിലും സേവനം ചെയ്യുന്നുവെങ്കിൽ അത് കേവലം ഒരു സേവനമല്ല, അതൊരു അയൽപക്ക സൗഹൃദമാണ്. അയൽപക്ക സൗഹൃദം, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് ക്രിസ്തു പറയുന്നുണ്ടല്ലോ. അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ലെന്ന് പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടല്ലോ. ആ ഒരു സൗഹൃദം, അയൽപക്ക സൗഹൃദം, ആ സൗഹൃദമാണ് യഥാർത്ഥത്തിൽ ഇത്തരം കൂട്ടായ്മകളെ നിലനിർത്തുന്ന രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത്. ഇവിടെ നോക്കി നിങ്ങൾ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും മിക്ക കുടുംബത്തിൽ നിന്നുള്ള പ്രതിനിധികളും എല്ലാവരും ഇവിടെ ഇല്ല. കാരണം പെരുമാതുറയിൽ നിന്നുള്ള മുഴുവൻ ആളുകളും ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ വേദിക്ക് ഇതിനെ ഉൾക്കൊള്ളാൻ കഴിയില്ലായിരുന്നു. അങ്ങനെ സാധിക്കുകയുമില്ല, അങ്ങനെ ഒരു വിഷു കൂടെ സാധിക്കില്ല. പക്ഷെ മിക്ക കുടുംബങ്ങളിൽ നിന്നുമുള്ള ഒരു റെപ്രസെന്റേഷൻ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഘടകം എന്ന് പറയുന്നത്. എല്ലാ മതവിഭാഗങ്ങളിലും എല്ലാ സമുദായങ്ങളിൽ നിന്നുമുള്ള പ്രാതിനിധ്യം, അതാണ് ഇത്തരം കൂട്ടായ്മകൾ. പക്ഷേ ഈ കൂട്ടായ്മയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ ഏതെല്ലാം രീതിയിൽപ്പെട്ട ആളുകളാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഒരു പരിപാടിയും ഇതിന്റെ ഗുണഭോക്താക്കളും ഇതിന്റെ പ്രയോജനപ്പെടുത്തുന്ന ആളുകളും ഒക്കെ ആയിട്ട് വരുമ്പോൾ അവിടെ എല്ലാ വിഭാഗങ്ങളും, അതുപോലെ കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി എല്ലാത്തരം രാഷ്ട്രീയ സംഘടനകളെ പ്രതിനിധീകരിക്കുന്ന ആളുകൾ, എല്ലാ സമുദായ സംഘടനകളെ പ്രതിനിധീകരിക്കുന്ന ആളുകൾ, എല്ലാ വിഭാഗ മതസംഘടനകളെ പ്രതിനിധീകരിക്കുന്ന ആളുകൾ, അവർക്കിടയിലുള്ള ഒരുമയാണ് യഥാർത്ഥത്തിൽ ഇത്തരം കൂട്ടായ്മകളിലൂടെ എംപവർ ചെയ്യപ്പെടുന്നത്, ശാക്തീകരിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. അതിനെ സംബന്ധിച്ചാണ് ശ്രീ നാരായണ ഗുരു പറഞ്ഞത്, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവ്വരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണ്. എല്ലാവരും സ്നേഹത്തോടുകൂടി വസിക്കുന്ന നാട്. നമ്മുടെ നാടിനെ കുറിച്ച് അങ്ങനെ ഒരു ദീർഘദർശനം ഗുരുക്കന്മാരെ നടത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു നാടായി എന്നെന്നും നമ്മുടെ നാടിനെ നിലനിർത്തുവാൻ നമുക്ക് സാധിക്കണം. ഏതാണ് ജാതി എന്ന് ഗുരുവിനോട് ഒരിക്കൽ യാത്ര ചെയ്യുമ്പോൾ സഹയാത്രികനായിട്ടുള്ള ഒരാൾ ചോദിക്കുന്നുണ്ട്. ഗുരു പറഞ്ഞു മനുഷ്യജാതിയാണ്. ആവർത്തിച്ച് ചോദിച്ചപ്പോഴും കേട്ടില്ലേ, മനുഷ്യജാതിയാണ്. അതുകൊണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള കുടുംബങ്ങളിലാണ് നാം പിറന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ എല്ലാവരും മനുഷ്യജാതി എന്ന് പറയുന്ന ഒരേ കുടുംബത്തിലെ അംഗങ്ങളാണ്. അത് ഗുരു മാത്രമല്ല, എല്ലാ ആത്മീയ ചിന്തകളും ലോകത്തോട് പറഞ്ഞിട്ടുള്ളത് ആ മാനവികതയാണ്. ആ മാനവികതയാണ് നമ്മൾ ശാക്തീകരിക്കേണ്ടത്. അതിനുവേണ്ടി കൂടിയാണ് ഇത്തരം കൂട്ടായ്മകൾ. മനുഷ്യരെ ചോദിക്കുകയാണ്, മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ടാണ് പറയുന്നത്. വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് ആരാധനാപരമായിട്ടുള്ള തീർത്തും മതപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ധാരാളം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ടുള്ള ആഹ്വാനങ്ങളും ധാരാളമായിട്ട് കാണാൻ കഴിയും. മനുഷ്യരെ നിശ്ചയം നാം നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത്, ജഗന്നിയന്താവായ നാഥൻ അല്ലാഹു പറയാം, നിശ്ചയം നാം നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത് ഒരേ ആണിൽ നിന്നും ഒരേ പെണ്ണിൽ നിന്നുമാണ്. നിങ്ങളെ വ്യത്യസ്ത ഗോത്രങ്ങളും സമൂഹങ്ങളും ആക്കിയത് നിങ്ങളെ തിരിച്ചറിയാൻ വേണ്ടിയാണ്. വസുദൈവ കുടുംബകം എന്ന് നമ്മൾ പറയാറുണ്ട്. നമ്മുടെ ഭാരതീയ സംസ്കൃതി ലോകത്ത് മുന്നോട്ട് വെക്കുന്ന വലിയൊരു ആശയമാണ്. ലോകം മുഴുവനും ഒരു കുടുംബമാണെന്നുള്ള ആശയം. ഓക്കെ, നിങ്ങൾ നിശ്ചയം നാം നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത് ഒരേ ആണിൽ നിന്നും ഒരേ പെണ്ണിൽ നിന്നുമാണ്. ലോകം മുഴുക്കയും ഒരു കുടുംബമാണെന്നുള്ള ആശയം വിശുദ്ധ ഖുർആൻ വിളംബരം ചെയ്യുക. നിങ്ങളെ വ്യത്യസ്ത ഗോത്രങ്ങളും സമൂഹങ്ങളും ആക്കിയത് നിങ്ങളെ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയാണ്, ഐഡന്റിഫൈ ചെയ്യപ്പെടാൻ വേണ്ടിയാണ്. പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു വെളുത്തവനും കറുത്തവനേക്കാൾ ഒരു മഹത്വവുമില്ല, ഒരു ചുവന്നവനും വെളുത്തവനേക്കാൾ ഒരു മഹത്വവുമില്ല. നിങ്ങളുടെ മഹത്വം ദൈവത്തോടുള്ള നിങ്ങളുടെ അടുപ്പത്തിന്റെ, നിങ്ങളുടെ ആത്മീയമായ ശക്തിയുടെ മഹത്വം മാത്രമാണ്.
അതിനപ്പുറത്ത് നിങ്ങൾ നിങ്ങളുടേതല്ലാത്ത, നമ്മൾ നമ്മളുടേതല്ലാത്ത തെരഞ്ഞെടുപ്പ് കൊണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള കുടുംബങ്ങളിൽ, അവിടെ ഒന്നും നമ്മുടെ തെരഞ്ഞെടുപ്പല്ല, നമ്മുടെ പേരിടുന്നത് പോലും നമ്മളല്ല, നമ്മുടെ മാതാപിതാക്കളാണ്. എല്ലാം ദൈവത്തിന്റെ തീരുമാനപ്രകാരം നമ്മൾ ഓരോ സമുദായങ്ങളിലും ഓരോ മതവിഭാഗങ്ങളിലും ഓരോ കുടുംബങ്ങളിലുമായി പിറന്നു എന്നതിനപ്പുറം പരസ്പരം അഹങ്കരിക്കാനോ പെരുമ നടിക്കാനോ മേനി നടിക്കാനോ അസൂയ നടിക്കാനോ ഉള്ള യാതൊരു വകുപ്പും യഥാർത്ഥത്തിൽ ഇതിലൊന്നുമില്ല എന്ന വലിയ മാനവികമായ ചിന്ത, ആ ചിന്തയാണ് യഥാർത്ഥത്തിൽ നമുക്കിടയിൽ ശാക്തീകരിക്കപ്പെടേണ്ടത്. ആ ചിന്ത ശാക്തീകരിക്കപ്പെടുമ്പോൾ മാത്രമാണ് ലോകത്ത് സമാധാനം ഉണ്ടാകുന്നത്. ലോകത്തിൽ നിന്ന് ശാന്തിയും സമാധാനവും നഷ്ടപ്പെട്ടു പോകുന്ന വല്ലാത്ത ദുരിതപൂർണമായ അന്തരീക്ഷത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു വശത്ത് യുക്രൈനും റഷ്യയും തമ്മിലുള്ള പോരാട്ടം, മറുവശത്ത് ഇറാനും അതുപോലെ ഇസ്രായേലും പലസ്തീനും, ഈ രാഷ്ട്രങ്ങൾക്കിടയിൽ എല്ലാമുള്ള സംഘർഷങ്ങളുടെ കാലത്താണ് ലോകം കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ്, അതല്ലെങ്കിൽ ഒരു മാസം മുമ്പ് എന്ന് ഏകദേശം പറയാവുന്ന രീതിയിൽ നമ്മുടെ അതിർത്തി രാജ്യവുമായിട്ടുള്ള സംഘർഷമുണ്ടായി. ഇങ്ങനെ ലോകം മുഴുക്കെയും യുദ്ധങ്ങളിലൂടെ സംഘർഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും മനുഷ്യർക്കിടയിൽ അടുപ്പമുണ്ടാക്കുക, മനുഷ്യരെ അടിപ്പിക്കുക എന്നതല്ല, അടുപ്പിക്കുക എന്ന് പറയുന്ന മാനവികമായ ആത്മീയമായ ദൗത്യം സഗൗരവം നിർവഹിക്കുവാൻ ഈ കാലഘട്ടത്തിൽ വിശേഷിച്ചും നമുക്ക് സാധ്യമാവേണ്ടതുണ്ട്. അവിടെയും ഞാൻ പറയുന്നു, ആത്മീയതയുടെ അടിത്തറയിൽ നിന്നുകൊണ്ട് തന്നെ ഈ സമാധാനത്തെ കുറിച്ച് സംസാരിക്കുവാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. ഇന്നലെ ഇവിടെ സൂചിപ്പിച്ചു യോഗാ ദിനം, അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഡോക്ടറും ചില ക്ലാസുകളെ സംബന്ധിച്ചും അദ്ദേഹം അറ്റൻഡ് ചെയ്ത പരിപാടികളെ സംബന്ധിച്ചും ഒക്കെ പറയുകയുണ്ടായി. മനുഷ്യന്റെ ആരോഗ്യം എന്ന് പറയുന്നത് വളരെ ഗൗരവപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ മാനസികമായ ആരോഗ്യം, അതുമായി വളരെ കൃത്യമായിട്ടൊരു ക്ലാസ് ഇവിടെ വരാൻ പോകുന്നു എന്നതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറിയുന്ന ഡോക്ടർ ഇരിക്കുമ്പോൾ നമ്മളൊരു വർത്തമാനം പറയുന്നത് ശരിയല്ല. എന്നാൽ പോലും നമ്മുടെ മാനസികമായിട്ടുള്ള ആരോഗ്യം, മെന്റൽ ഹെൽത്ത്, യഥാർത്ഥത്തിൽ അതെപ്പോഴാണ് കൂടുതൽ നന്നാവുക? മനസ്സിന് സമാധാനം ഉണ്ടാവുമ്പോഴാണ്. അതുകൊണ്ട് ജനങ്ങൾക്ക് സമാധാനത്തിലിരിക്കാൻ, ജനങ്ങൾക്ക് സന്തോഷത്തിലിരിക്കാൻ, വ്യക്തി സന്തോഷത്തിലാവണം, സമാധാനത്തിലാവണം, കുടുംബം വ്യക്തി സന്തോഷത്തിലും സമാധാനത്തിലുമാവുമ്പോൾ അടുത്ത ഘട്ടം കുടുംബമാണ്. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാവണം. അത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ജീവിതത്തിലും, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ജീവിതത്തിലും, അതുപോലെ തന്നെ സഹോദരി സഹോദരന്മാർക്കിടയിലെ ജീവിതത്തിലും ഒക്കെ നല്ല സന്തോഷവും സമാധാനവും ഉണ്ടാവണം. അയൽക്കാർക്കിടയിൽ നല്ല സന്തോഷവും സമാധാനവും, വിവിധ മതവിഭാഗങ്ങൾക്കിടയിൽ നല്ല സമാധാനപൂർവമായ അവസ്ഥ, വിവിധ രാഷ്ട്രങ്ങൾക്കിടയിൽ സമാധാനപൂർവമായ അവസ്ഥ, അവിടെ മാനസികാരോഗ്യം ശക്തിപ്പെടുകയുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് സമാധാനവും സന്തോഷവും മാനസികാരോഗ്യവും തമ്മിൽ നല്ല ബന്ധമുണ്ട് എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് സമാധാനത്തെ കുറിച്ച് എവിടെയും ആത്മീയ ചിന്തകൾ പറയുന്നത്. ഓം ശാന്തി ശാന്തി ശാന്തി. നമ്മുടെ സന്യാസിമാരെ ലോകത്തെ പഠിപ്പിച്ച അതിമനോഹരമായ മന്ത്രം ശാന്തി മന്ത്രമാണ്. സമാധാനത്തിലിരിക്കട്ടെ എല്ലാവരും, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. നമ്മുടെ ക്രൈസ്തവ ദേവാലയങ്ങളുടെ ചുമരുകളിൽ നമ്മൾ പഠിച്ച മനോഹരമായിട്ടുള്ള വചനമാണ്. ക്രിസ്തുവിന്റെ വചനം ജനന സമയത്ത് മാലാഖമാർ പ്രഘോഷിച്ചിട്ടുള്ള വചനം എന്ന രീതിയിലാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം, സന്മനസ്സുള്ള ആളുകൾക്ക് സമാധാനം ഉണ്ടാവും. അസ്സലാമു അലൈക്കും, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവട്ടെ. അതും ഒരു പ്രാർത്ഥനയാണ്. ലോകത്തെല്ലാവർക്കും സമാധാനം ഉണ്ടാവട്ടെ. ആ പ്രാർത്ഥന ആരോട്? ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ, ഗൾഫിലൊക്കെ പോയവർ അവർക്കറിയാം, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സമാധാനത്തിന്റെ ആശീർവാദം, അസ്സലാമു അലൈക്കും, ഇങ്ങനെ സമാധാനത്തിന്റെ ആശീർവദിക്കുക. പ്രവാചകൻ പറഞ്ഞു, ഇസ്ലാമിലെ ഏറ്റവും ഉത്തമമായ കാര്യം എന്താണെന്ന് പ്രവാചകനോട് ചോദിക്കണം. ഇസ്ലാമിലെ ഏറ്റവും ഉത്തമമായ കാര്യം എന്താണ്? പ്രവാചകൻ പറഞ്ഞു, ആളുകൾക്ക് ഉദാരമായിട്ട് ഭക്ഷണം നൽകുക. ഭക്ഷണം നൽകുക, പട്ടിണി കിടക്കുന്ന ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കുക. ഇനി ഭക്ഷണം കിട്ടുന്നൊരവസ്ഥയുണ്ടെങ്കിൽ
മറ്റുള്ള സേവന പ്രവർത്തനങ്ങൾ ആളുകൾക്ക് വേണ്ടി ചെയ്യുക. രണ്ടാമത് പറഞ്ഞു വത്തഖറഅസ്സലാം, ആളുകളോട് സലാം പറയുക, ആളുകളുടെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അലാ മൻ അറഫ്ത വമൻ ലം തഅരിഫ്, നിനക്ക് അറിയുന്നവരും അറിയാത്തവരുമായ മുഴുവൻ ആളുകളോടും നീ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, സമാധാനത്തിനായി ആശീർവദിക്കുക. യുദ്ധങ്ങളില്ലാത്ത ഒരു സാഹചര്യം ലോകത്തുണ്ടാവും. നമ്മളെ കാണുന്ന യുദ്ധം, വാർത്തയാകുന്ന യുദ്ധം എന്ന് പറയുന്നത് അത് രാജ്യങ്ങൾക്കിടയിലുള്ള യുദ്ധമാണ്. പക്ഷേ സംഘർഷങ്ങൾ കുടുംബത്തിലില്ലാത്ത, കുടുംബങ്ങളിലില്ലാത്ത, വിവാഹമോചന നിരക്കുകൾ കുറഞ്ഞ, ഭാര്യ ഭർത്താക്കന്മാര് പരസ്പരം ഇണക്കത്തോടെയും സ്നേഹത്തോടുകൂടെയും കഴിഞ്ഞുകൂടുന്ന, മക്കളെ അറിഞ്ഞുകൊണ്ട് മക്കളോട് ഇടപഴകുന്ന മാതാപിതാക്കളും മാതാപിതാക്കളെ സ്നേഹിക്കുന്ന മക്കളും കഴിഞ്ഞുകൂടുന്ന കുടുംബങ്ങൾ എത്ര സന്തോഷം നിറഞ്ഞ കുടുംബങ്ങളാണ്. അയൽപക്ക ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുന്ന കുടുംബങ്ങൾ. അയൽപക്ക ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ പെരുമാറായി എന്ന് പറയുമ്പോൾ അത്തരത്തിലുള്ള സൗഹൃദങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്ന പ്രദേശമാണ്. വലിയ പ്രാധാന്യം കൊടുക്കുകയും വേണം. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അതിന് വേറൊരു ഭാഷയുണ്ട്. നിന്റെ വീട്ടിൽ അടുപ്പ് പുകയുമ്പോ നിന്റെ അയൽ വീട്ടിലും അടുപ്പ് പുകയുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ നിനക്ക് കഴിയണം. നിന്റെ അയൽ വീട്ടിലെ കുഞ്ഞുങ്ങളും ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ നിനക്ക് കഴിയണം. നമുക്കറിയാം, ഈ അടുത്ത കാലത്ത് ലോകത്തോട് വിട പറഞ്ഞ വലിയൊരു ആത്മീയ ആചാര്യനായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. അഭിവന്യ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ലോകത്തോട് ഈ അടുത്ത കാലത്ത് വിട പറഞ്ഞ അദ്ദേഹത്തിന് ശേഷം മറ്റൊരു മാർപ്പാപ്പ വന്നു. ഏതായാലും ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹം പറയുന്ന ഒരു വർത്തമാനമുണ്ട്. അദ്ദേഹം പറയുന്നത്, നിന്റെ ഫ്രിഡ്ജിൽ നീ ഭക്ഷണം സൂക്ഷിച്ചു വെക്കരുത് എന്ന് പറയുന്നത്. നിന്റെ ഫ്രിഡ്ജിൽ നീ സൂക്ഷിച്ചു വെക്കുന്ന ഭക്ഷണം നിന്റേതല്ല എന്നതാണ് അദ്ദേഹത്തിന്റെ പ്രയോഗം. ഭക്ഷണം സൂക്ഷിച്ചു വെക്കരുത് എന്നല്ല. എന്താ അങ്ങനെ പറയാനുള്ള കാരണം? മാർപ്പാപ്പ മാത്രമല്ല, മറ്റു പലരിൽ നിന്നും ആ ഒരു കൊട്ടേഷൻ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ മാർപ്പാപ്പയിൽ നിന്നും ആ ഒരു ഉദ്ധരണി കാണാം. എന്താണ് അങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ, എന്താണ് അങ്ങനെ പറയുന്നത്? ഫ്രിഡ്ജിൽ ഭക്ഷണം സൂക്ഷിച്ചു വെക്കാൻ പാടില്ല എന്നാണോ ഈ പറഞ്ഞത്? അതല്ല. നിന്റെ വീട്ടിൽ നിനക്ക് മിച്ചമുള്ളത് അത് നിന്റെ സഹോദരന് കൂടി, നിന്റെ അയൽ വീട്ടിൽ കൂടി അർഹതപ്പെട്ടതാണ് എന്നുള്ള ബോധ്യം നിനക്ക് ഉണ്ടാവണം എന്നുള്ളതാണ്. നിനക്ക് മിച്ചമുള്ളത് നിന്റെ അയൽ വീട്ടിലേക്കുള്ളതാണ്. അവിടെ അതിന് അത്യാവശ്യക്കാരും ആവശ്യക്കാരും ഉണ്ടെങ്കിൽ. എന്നാൽ മിച്ചമുള്ളത് എന്നതിനപ്പുറത്ത് കുറച്ചുകൂടി കടത്തി പറഞ്ഞാൽ, നിനക്ക് ആവശ്യമുള്ളതും നിന്റെ സഹോദരന് നീ നൽകുമ്പോഴാണ് നിന്റെ വിശ്വാസത്തിന്റെ പൂർണ്ണതയുള്ളതെന്ന് ഒരു വചനം പ്രവാചകന്റെ രീതിയിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. നിങ്ങളിൽ ഒരാളെ വിശ്വാസിയാവുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് നിങ്ങളുടെ സഹോദരനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് വരെ എന്നാണ് അവർ വേറെ വിശ്വാസികളെ വിശേഷിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അവരുടെ ആവശ്യങ്ങളെക്കാൾ അവരുടെ സഹോദരങ്ങളുടെ ആവശ്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നവരാണ്. അവരുടെ ആവശ്യങ്ങളെക്കാൾ അവരുടെ സഹോദരങ്ങളുടെ ആവശ്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നവരാണ്. ഞാൻ നിരൂപിക്കുന്നില്ല. ഉദ്ഘാടനം നിലയ്ക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നെ ഉള്ളൂ. ഏതായാലും അതിന്റെ ഒരു കൺക്ലൂഷനിലേക്ക് പോവാം. ആ ഒരു അർത്ഥത്തിൽ നമുക്ക് ആവശ്യമുള്ളതോടൊപ്പം നമ്മുടെ അയൽ വീട്ടിൽ നിന്നത് അത്യാവശ്യമാണെങ്കിൽ, അതല്ലെങ്കിൽ നമ്മുടെ സഹോദരൻ അത്യാവശ്യമാണെങ്കിൽ അത് നൽകാനുള്ള ഒരു മനസ്സ് വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഈ കൂട്ടായ്മയുടെ ലക്ഷ്യം. ഇത്തരം കൂട്ടായ്മകളുടെ ലക്ഷ്യം. ഈ കൂട്ടായ്മയ്ക്ക് എല്ലാ കാര്യങ്ങളും, ഈ നാട്ടിലെ മുഴുവൻ കാര്യങ്ങളും ചെയ്തു തീർക്കാൻ കഴിയും എന്നൊന്നും നമ്മൾ ആരും മനസ്സിലാക്കണം. പക്ഷേ ഇതൊരു പ്രചോദനമാണ്. ഒരു കൂട്ടം ആളുകൾ, പ്രവാസികളായ ആളുകൾ, പ്രവാസികൾ എന്ന് പറയുമ്പോൾ അവരുടെ ചോരയും അവരുടെ വിയർപ്പും നീരാക്കിക്കൊണ്ട് പണിയെടുത്ത, എല്ലാവരും നല്ല ഉയർന്ന വൈക്കോള ജോബൊന്നും നിർവഹിക്കുന്നവരല്ലല്ലോ പ്രവാസികൾ. അങ്ങനെ ജോലി ചെയ്തിരുന്ന കുറെ ആളുകൾ അവരുടെ സമ്പത്തിൽ നിന്ന് കുറച്ച് പൈസ മിച്ചം വെച്ചുകൊണ്ട് നാട്ടിലെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയായിരുന്നു. നാട്ടിലേക്ക് തിരിച്ചു വന്നപ്പോ വീണ്ടും സഹോദരങ്ങൾക്ക് വേണ്ടി, പ്രയാസപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി, തങ്ങളുടെ അയൽ വീട്ടിലെ ആളുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു. എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും പങ്കുവെപ്പിന്റെ ഒരു സംസ്കാരം ശീലിക്കുവാൻ നമുക്ക് സാധിക്കണം എന്നുള്ളത്.
പങ്കുവെപ്പ്, ഷെയറിംഗ് എന്നുള്ളതാണ്. നമ്മുടെ പെരുമാറ്റ കൂട്ടായ്മ നമ്മെ പഠിപ്പിക്കുന്ന വലിയൊരു പാഠം ഷെയറിംഗ് എന്നുള്ള ആശയമാണ്. പങ്കുവെക്കുക. കടക്കാരനായിട്ട് നമ്മുടെ ഒരു സുഹൃത്ത് മാറുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വരിക, അയാളുടെ വീട്ടിൽ വിവാഹ സമയത്തുള്ള പ്രാരാബ്ദം കാരണം, അതല്ലെങ്കിൽ അയാളുടെ വീട് നിർമ്മാണം പാതി വഴിയിലാണ്, പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല, എന്തെങ്കിലും സഹായം ചെയ്യണം എന്ന് ചോദിച്ച് നമ്മുടെ അടുക്കലേക്ക് വരുമ്പോൾ നമുക്ക് സഹായിക്കാൻ കഴിയുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മെ അയാൾ ചതിക്കില്ല എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ കടം കൊടുത്തിട്ടെങ്കിലും നമ്മൾ അയാളെ സഹായിക്കുവാൻ ബാധ്യസ്ഥനാണ്. അതൊന്നും അറിഞ്ഞില്ല എന്ന മട്ടിൽ നിങ്ങൾ ജീവിക്കരുത് എന്ന് നമ്മോട് പറയാതെ പറയുകയാണ് പെരുമാറ്റ കൂട്ടായ്മ. തീർച്ചയായിട്ടും നമ്മുടെ മക്കൾ പരീക്ഷകളിലൊക്കെ ഉയർന്ന വിജയം നേടി അവരിനിയും ഉന്നതങ്ങളിലെത്തിട്ട് MBBS എൻട്രൻസ് പരീക്ഷയിൽ, നീറ്റ് പരീക്ഷയിൽ ഉയർന്ന വിജയം നേടിയ നമ്മുടെ സഹോദരി, നമ്മുടെ മകൾ ഇവിടെയുണ്ട്. അതൊക്കെ കഠിനാധ്വാനത്തിന്റെ, അതോടൊപ്പം തന്നെ ദൈവികമായിട്ടുള്ള സഹായത്തിന്റെ ഒരു ഫലമാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകും. ആ കുടുംബത്തിന് മാത്രമല്ല, അത് നമ്മുടെ നാടിന് മുഴുവൻ, പെരുമാറുകൾക്ക് മാത്രമല്ല, നമ്മുടെ കേരളക്കരയ്ക്ക് മുഴുവൻ അഭിമാനിക്കാവുന്ന കാര്യമാണ് ഇത്തരം വിജയികൾ എന്ന് പറയുന്നത്. അതുപോലെ സിവിൽ സർവീസ് മേഖലയിലേക്ക് കൂടുതൽ കുട്ടികൾ കടന്നു വരണം. ആ മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നേടണം. അങ്ങനെ നമ്മുടെ മക്കൾക്ക് ഉയർന്ന വിദ്യാഭ്യാസവും ഉന്നതമായ തൊഴിൽ സംരംഭങ്ങളും ദൈവം തമ്പുരാൻ പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണ്യവും കരുണാനിധിയുമായ നാഥന്റെ നാമത്തിൽ ഈ പരിപാടി ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുകയാണ്. ഏവർക്കും നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.